മഞ്ജു ചേച്ചിയുടെ പടം, അതിൻ്റെ ഒപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചന്തു സിനിമയുടെ മോൻ, പോളി ചേച്ചി, വീരേട്ടൻ, ഒത്തിരി ഇഷ്ടമുള്ള ആളുകളുടെ ഒരു സിനിമ. അപ്പോൾ അതൊരു വലിയ വിജയം ആവണം. കാരണം അതിന് ശേഷമാണ് എൻ്റെ ഇതേ പ്രൊഡക്ഷൻ സ്പ്രിംഗ് ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാത്തിരിപ്പ്, ഈ വിജയം എനിക്ക് കൂടുതൽ സന്തോഷകരമാക്കും. സ്പ്രിംഗ് മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞ് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഇനി പ്രേക്ഷകരിലോട്ട് മുന്നിലെത്തുമ്പോൾ ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്. എന്നെ സംബന്ധിച്ച് ഹാപ്പി ആവുന്ന ഒരു കാര്യം, ഞാൻ പതുക്കയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പതുക്കായിട്ട് സിനിമ കാണുന്നത്. അപ്പം ഞാൻ പതുക്കയോട് പറഞ്ഞ ആദ്യ ഒരു കാര്യം, പിള്ളേരെ ഒന്ന് വിളിക്കണം, അവരുടെ ഒപ്പൂരൊന്ന് കാണാം. അപ്പം പതുക്കെ എടുത്ത് പറഞ്ഞത് മോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവൾ ഉള്ള കാര്യം മുഖത്തേക്ക് പറയും. അപ്പോൾ അത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് വേണ്ടത്, കാരണം അതൊക്കെ ഒന്നും പറയില്ല കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി, ബാബുയുടെ ഫാമിലി, ഞാൻ ഇരുന്നാണ് സിനിമ കാണുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് വന്നു. ബാബുയുടെ മോള് ബാബുയുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു. സത്യത്തിൽ അതെനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളൊരു ഫാമിലി പോലെ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ആ മോളുടെ ചോദ്യത്തിന് ഞാൻ അത്രയും നേരം ഞാൻ ബാബുയുടെ ഫേസിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെ ബാധിക്കുന്നു ചിരിക്കുകയാണ്. അപ്പം ഒരു പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു റിപ്ലൈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, ഞാൻ ഒരു റിലീസിന് മുമ്പ് ഞാൻ അതിൽ വളരെ വളരെ ഹാപ്പിയാണ്. അതുകൂടാതെ ഞാൻ മുന്നിലിരിക്കുന്ന, ഞാൻ ചെറുപ്പം മുതൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി ആഘോഷിച്ച സിനിമകളുടെ ഡയറക്ടേഴ്സൊക്കെ എൻ്റെ മുന്നിലുണ്ട്. വലിയൊരു സന്തോഷം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട്. പ്രമോദേട്ടൻ, ജോബിച്ചേട്ടൻ, പ്രമോദേട്ടനാണ് എൻ്റെ ആദ്യമായിട്ട് നിനക്ക് സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയുടെ കാത്തിരിപ്പാണ് എൻ്റെ സിനിമയ്ക്ക് റീച്ചറിന് ശേഷം. ആ കാത്തിരിപ്പിന് ഞാൻ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ചിത്രശലഭങ്ങളെ നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഞാനൊരു പൂന്തോട്ടം എനിക്ക് ചുറ്റുമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജനുവരിയിൽ അത് എൻ്റെ ആ ചിത്രശലഭങ്ങൾ എൻ്റെ മുന്നിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. വളരെ സന്തോഷമായിരിക്കും. താങ്ക് യു സോ മച്ച്. So thank you Srilal, thank you very much. Srilal, ഒരു വലിയ സ്വപ്നം